നമസ്കാരം കൂട്ടുകാരെ. 2011 പുറത്തിറങ്ങിയ കനേഡിയൻ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ടാക്ടിക്കൽ ഫോഴ്സ് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുമാണ്. പതിവ് പോലെ കച്ചവടം നടന്നുകൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് മുഖം മൂടി ധാരികളായിട്ടുള്ള കുറച്ച് മോഷ്ടാക്കളങ്ങ് കടന്നു കയറുകയാണ്. അവിടെ വന്ന കസ്റ്റമേഴ്സിനെ അവർ ബന്ദിയാക്കുകയും മുതലാളിയെ ഭീഷണിപ്പെടുത്തി പണം തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ സമയം അവിടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരനെയും ഈ ഘട്ടത്തിൽ മോഷ്ടാക്കൾക്ക് ബന്ദിയാക്കേണ്ടി വരുന്നുണ്ട്. താൻ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ആ പോലീസുകാരനാകട്ടെ പോലീസിന് നിർദ്ദേശവും കൊടുത്തിരുന്നു. അതോടെ പോലീസ് സംഘം പുറത്തെത്തി മോഷ്ടാക്കളുമായി സമവായത്തിൽ എത്തുവാനും ബന്ദികൾക്ക് പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാനുമൊക്കെ പോലീസുകാർ മോഷ്ടാക്കളോട് സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അതോടെ പോലീസ് ടീം സ്പെഷ്യൽ ഫോഴ്സായ സ്വാട്ട് ടീമിനെ വിളിച്ചു വരുത്തുകയാണ്. സ്വാട്ട് ടീമും സംഭവ സ്ഥലത്തേക്കെത്തി. അങ്ങോട്ടേക്കെത്തിയ സ്വാട്ട് ടീം ക്യാപ്റ്റൻ ടേറ്റ് ആദ്യമേ മോഷ്ടാക്കളുമായി ഒരു സമവായത്തിന് ശ്രമിച്ചു. ബന്ദികളെ മോചിപ്പിക്കാനും പ്രശ്നമില്ലാതെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഉപാധികൾ വെച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു അത്. പക്ഷേ മോഷ്ടാക്കൾ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. അതോടെ ആക്ഷനിലേക്ക് കടക്കുവാൻ ക്യാപ്റ്റൻ ടേറ്റ് തീരുമാനിക്കുകയാണ്. ടേറ്റ് തന്റെ സംഘാംഗങ്ങളെ വിളിച്ചിറക്കി. ടേറ്റിന്റെ ടീമിൽ മറ്റ് 3 പേര് കൂടിയുണ്ട്. ജനാഡ്, ബ്ലാങ്കോ, ഹണ്ട് എന്നിങ്ങനെ 3 പേരാണവർ. സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു കയറിയവർ തങ്ങളുടെ ടാക്ടിക്സ് ഉപയോഗിച്ച് വേണ്ട കാര്യങ്ങൾ നടത്താൻ ആരംഭിച്ചു. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ലെങ്കിലും തങ്ങളുടെ പ്രോസസ്സിലൂടെ മുഴുവൻ മോഷ്ടാക്കളെയും അവർ പിടികൂടുകയാണ്. മോഷണ ശ്രമം തടയാനും അവർക്കന്ന് സാധിക്കുന്നു. ബന്ദികൾ മോചിതരാകുന്നു. പക്ഷേ ഈ ശ്രമത്തിനിടയിൽ കടയിൽ കുറച്ചധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ബന്ദികളിൽ ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. ടേറ്റും സംഘവും റോബറി തടഞ്ഞതിലും മറ്റും വലിയ തോതിൽ അഭിമാനിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ബോസ് അവരെ വിളിപ്പിക്കുന്നത്. തലേദിവസം നടന്ന സംഭവത്തിൽ അവരുടെ പ്രവൃത്തികൾ കൃത്യമായ രീതിയിലായിരുന്നില്ലെന്നും ഓണർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചു, ബന്ദികളിൽ ചിലർക്കൊക്കെ പരിക്കുപറ്റി എന്ന പേരിലൊക്കെ ബോസ് അവരെ കുറ്റപ്പെടുത്തുകയാണ്. ബോസിനടുത്തുനിന്ന് അവർക്ക് നല്ല ചീത്ത കേട്ടു. ഒടുവിൽ ട്രെയിനിങ് പ്രോസസ്സിലൂടെ അവരൊന്നുകൂടി കടന്നുപോകണം എന്ന് ബോസ് അവർക്ക് ചെറിയൊരു ശിക്ഷ വിധിക്കുന്നു. അടുത്ത ദിവസം മുതൽ അവരുടെ ട്രെയിനിങ് ക്ലാസുകൾ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ ടേറ്റിനും സംഘത്തിനും അതിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ക്ലാസ് എടുക്കാൻ വന്ന സാറ് തന്നെ അവരുടെ മട്ടും ഭാവവും കണ്ട് അതിട്ടിട്ട് പോകുന്നുണ്ട്. അടുത്ത ദിവസമായിരുന്നു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നത്. പിറ്റേന്ന് ഒരു ഹാങ്ങറിൽ പോയി അവിടെ പ്രാക്ടീസ് നടത്താം എന്നവർ തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസമായി നമ്മൾ 2 റഷ്യൻ മാഫിയ സംഘത്തിലെ ആളുകളെ പരിചയപ്പെടുന്നു. ഇല്യ കലാഷ്നിക്കോവ്, ഡെമീട്രിയസ് എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ കയ്യിൽ ബന്ദിയായി കെനി എന്നു പേരുള്ള ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. കെനിയോട് നീ ഒളിപ്പിച്ച ആ സാധനം എവിടെയാണ് എന്നവർ ചോദ്യം ചെയ്യുകയാണ്. ആ സാധനം അവർ വന്നെത്തിയിരിക്കുന്ന ഹാങ്ങറിൽ എവിടെയോ ആണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നവർ ഉറപ്പുണ്ടായിരുന്നു. ഹാങ്ങർ എന്ന് പറയുന്നത് വിമാനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വലിയ ഷെഡുകളെയാണ്. നമ്മുടെ ഇവിടുത്തെ വെയർഹൌസുകളുടെയൊക്കെ മറ്റൊരു രൂപം. ഇല്ലേയും ഡെമീട്രിയസും തന്നെ കൊലപ്പെടുത്തും എന്ന് ഭയന്നിരുന്ന കെനി ഹാങ്ങറിനകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനകത്താണ് കെനി സാധനം ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ അതേ ഹാങ്ങറിന്റെ ഭാഗത്തേക്ക് ഇറ്റാലിയൻ മാഫിയയുടെ ഭാഗമായ 2 പേർ കൂടി കടന്നു വരികയാണ്. ലാംബോൺ എന്നും സ്റ്റൊറാട്ടോ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. ഡെമീട്രിയസിനെയും മറ്റും ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു അവർ. ഹാങ്ങറിനകത്തേക്ക് കടന്നു ചെന്നിയവർ ഡെമീട്രിയസിനെയും മറ്റും എതിരിടുകയാണ്. ഇരു കൂട്ടരും പരസ്പരം കണ്ണു ചൂണ്ടി. വൈകാതെ ഇരു കൂട്ടരും തങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അവർ 4 പേരും തിരയുന്നത് ഒരേ സാധനമാണെന്നും കെന്നിയാണ് അത് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും അതോടെ വ്യക്തമാകുന്നു. അതോടെ കാര്യങ്ങൾ സംസാരിച്ച് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുവാൻ ഇരു കൂട്ടരും ശ്രമിക്കുകയാണ്. അവർ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ദൂരെ നിന്നും പോലീസ് വണ്ടി വരുന്നതിന്റെ സൈറൻ അവർ കേൾക്കുന്നത്. പെട്ടെന്നവർ പാനിക്കാകുന്നുണ്ട്. ഇരു കൂട്ടരും തങ്ങളുടെ കാറുകളിലേക്ക് കയറി. പോലീസ് സംഘം തങ്ങളെ തെരഞ്ഞു വരുന്നതാണ് എന്നായിരുന്നു അവർ കരുതിയത്. പക്ഷേ അതേ ഹാങ്ങറിലേക്ക് എത്തിച്ചേർന്നതാകട്ടെ ടേറ്റിന്റെ സ്വാട്ട് ടീം സംഘമായിരുന്നു. അവരുടെ വാഹനം വന്നതിന്റെ ശബ്ദമായിരുന്നു മാഫിയ സംഘങ്ങൾ കേട്ടത്. ടേറ്റും സംഘവും തങ്ങളുടെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഹാങ്ങറിലേക്ക് എത്തിയതും. വണ്ടിയിൽ നിന്നിറങ്ങുന്ന സമയത്ത് ട്രെയിനിങ്ങിനെ പറ്റിയുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ടേറ്റ് തന്റെ ടീംമേറ്റ്സായ ഹണ്ടിനും ജനാഡിനും ബ്ലാങ്കോക്കും കൊടുക്കുന്നുണ്ട്. വൈകാതെ വെസ്റ്റേണിന് ട്രെയിനിങ് വെപ്പൺസ് എടുത്ത് ട്രെയിനിങ് പർപ്പസിനായി അവർ ഹാങ്ങറിനകത്തേക്ക് കടക്കുന്നു. മറുവശത്തുണ്ടായിരുന്ന മാഫിയയിലെ ഡെമീട്രിയസും ലാംബോണും പോലീസ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ആശങ്കയിൽ
ആശങ്കയിലായിരുന്നു. മറഞ്ഞു നോക്കുന്നതിനിടയിൽ എത്തിയിരിക്കുന്നത് സ്വാട്ട് ടീമാണെന്നും അതും ഫുൾ വെപ്പണോടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് കണ്ടതും അവർ കുറച്ച് പാനിക് ആകുന്നുണ്ട്. അവർ തങ്ങളെ പിടികൂടാൻ ആക്രമണത്തിന് എത്തിയിരിക്കുന്നതാണ് എന്നാണ് മാഫിയ സംഘം ചിന്തിക്കുന്നത്. മറുവശത്ത് സ്വാട്ട് ടീമിനാകട്ടെ അത്തരത്തിൽ അവിടെ മാഫിയ സംഘങ്ങൾ ഉള്ള കാര്യത്തെപ്പറ്റി ഒരു ഐഡിയയുമില്ല. തങ്ങളുടെ പതിവ് വാതിലുകൾ തുറന്ന് സ്വാട്ട് ടീം ട്രെയിനിങ് പർപ്പസ് ആരംഭിക്കുകയാണ്. മറഞ്ഞിരുന്ന് ഡമ്മി ബുള്ളറ്റുകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനും മറ്റും അവർ ആരംഭിക്കുന്നു. വെടിയൊച്ചകൾ കൂടി കേൾക്കുന്നതോടെ ഡെമീട്രിയസും ലാംബോണും കൂടുതൽ ആശങ്കയിലാകുന്നുണ്ട്. സമയം കടന്നുപോകുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിനു മുമ്പ് കെനിയുടെ അടുത്തു നിന്നും സാധനം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നവർക്കറിയണമായിരുന്നു. കെനിയെ അതിനുവേണ്ടി ടോർച്ചർ ചെയ്യാനും നിർബന്ധിക്കാനും അവർ ആരംഭിക്കുകയാണ്. രണ്ടു കൂട്ടരുടെയും ഈ ശ്രമത്തിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ഒരു ഘട്ടത്തിൽ ഒരു ഷൂട്ടൌട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഷൂട്ടൌട്ട് ശബ്ദം ടേറ്റിന്റെ ചെവിയിലേക്കും എത്തിച്ചേരുന്നുണ്ട്. എന്താ പ്രശ്നമെന്നറിയുവാൻ ടേറ്റ് അതോടെ തന്റെ ടീമിലെ ബ്ലാങ്കോയെ അങ്ങോട്ടേക്ക് പോയി നോക്കാൻ പറഞ്ഞുവിടുകയാണ്. ബ്ലാങ്കോ ശബ്ദം കേട്ടിടത്തേക്ക് കടന്നു ചെന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ മാഫിയ സംഘത്തിന്റെ സാന്നിധ്യം ബ്ലാങ്കോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ കടന്നു ചെന്ന ബ്ലാങ്കോയെ അവിടെ തോക്കുമേന്തി നിന്നിരുന്ന ലാംബോണിന്റെ ബഡ്ഡിയായ സ്റ്റൊറാട്ടോ കടന്നാക്രമിക്കുന്നു. ശേഷം ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയുമാണ്. പിന്നാലെ ഡെമീട്രിയസും മറ്റുള്ള എല്ലാവരും എത്തി ബ്ലാങ്കോയുടെ ബുള്ളറ്റുകളും മറ്റും പരിശോധിക്കുകയാണ്. സ്വാട്ട് ടീമിന്റെ പക്കലുള്ളത് റബ്ബർ ബുള്ളറ്റ് ആണെന്നും അവർ പരിശീലനത്തിലായിരുന്നുവെന്നും അതോടെ ഡെമീട്രിയസ് മനസ്സിലാക്കുന്നു. മാത്രമല്ല തങ്ങളിവിടെ ഉള്ള കാര്യം സ്വാട്ട് ടീമിന് ഒരറിവുമില്ല എന്നും ഡെമീട്രിയസ് തിരിച്ചറിയുന്നുണ്ട്. മറുവശത്ത് ബ്ലാങ്കോക്കെതിരെയുള്ള വെടിയൊച്ച ടേറ്റും ബാക്കി രണ്ട് ടീംമേറ്റ്സും കേട്ടിരുന്നു. എന്താ നടക്കുന്നതെന്നറിയുവാൻ അവർ ഒന്നടങ്കം താഴേക്കിറങ്ങി ചെല്ലുന്നു. ശബ്ദം കേട്ടിടത്തേക്ക് കടന്നു ചെന്ന് അവർ കണ്ടത് ഡെമീട്രിയസിനെയും ലാംബോണിനെയും കൂടിയുള്ളവരെയുമാണ്. അവരുടെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരനെ തങ്ങൾ കൊന്നു എന്ന് പറയുന്നവർ അവരോടും പ്രശ്നമുണ്ടാക്കാതെ പോകുവാനോ കീഴടങ്ങാനോ ആവശ്യപ്പെടുന്നു. ടേറ്റിന് അത് കേട്ട് രോഷം ആളിക്കത്തുന്നുണ്ട്. ടേറ്റ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. പക്ഷേ അതിനോടകം തോക്കിനകത്ത് റബ്ബർ ബുള്ളറ്റാണ് എന്ന് മാഫിയ സംഘം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നല്ലോ. അവർ അതിന്റെ പേരിൽ ടേറ്റിനെ കളിയാക്കുന്നു. മാത്രമല്ല സ്വാട്ട് ടീമിന് നേരെ അവർ അവരുടെ യഥാർത്ഥ തോക്ക് ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ സ്വാട്ട് ടീം മെമ്പേഴ്സ് ജീവൻ രക്ഷയ്ക്കായി തിരികെ ഓടിച്ചെന്ന് അവർ കടന്നുവന്ന വലിയ ഇരുമ്പുവാതിലടച്ച് മുകൾ നിലയിലേക്ക് കയറി സുരക്ഷിതരാകുന്നു. അവർ മുകൾ നിലയിലുണ്ടെന്ന കാര്യം മാഫിയ സംഘത്തിലുള്ളവർ വിൻഡോയിലൂടെ നോക്കിക്കാണുന്നുമുണ്ട്. ടേറ്റും സംഘവും ആകെ പ്രതിസന്ധിയിലാവുകയാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളൊക്കെയുള്ളത് അവരുടെ പോലീസ് വാനിലാണ്. അതാണെങ്കിൽ താഴെയാണുള്ളത്. യഥാർത്ഥ ബുള്ളറ്റും അതിലേയുള്ളൂ. ബാക്കപ്പ് വിളിക്കണമെങ്കിലും മാഫിയ സംഘത്തിനെതിരെ പോരടിക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയേ പറ്റൂ. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കിയാലേ പറ്റൂ എന്ന് ടേറ്റും സംഘവും മനസ്സിലാക്കുകയാണ്. മറുവശത്താകട്ടെ ഡെമീട്രിയസും ലാംബോണും തമ്മിൽ കെനി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവർക്ക് വേണ്ട സാധനത്തെപ്പറ്റി ചൊല്ലി വാക്കുതർക്കത്തിലേക്ക് കടക്കുവാൻ ആരംഭിച്ചിരുന്നു. അതേ ഹാങ്ങറിൽ തുടർന്ന് സ്വാട്ട് ടീം മെമ്പേഴ്സുമായി എതിരിട്ടിട്ടാണെങ്കിലും കെനി ഒളിപ്പിച്ചിരിക്കുന്ന വസ്തു കണ്ടെത്തണം, തനിക്കത് വേണം എന്നായിരുന്നു ഡെമീട്രിയസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാംബോൺ ആകട്ടെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകാം എന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാംബോണിനും അതേ വസ്തു വേണം. സ്വാട്ട് ടീം മുകളിലുള്ളതുകൊണ്ട് അവരെ കീഴടക്കുവാൻ ഒരു ബാക്കപ്പിന് വേണ്ടി ഡെമീട്രിയസ് അതോടെ തന്റെ കൂട്ടുകാരെ വിളിക്കുന്നു. ഇതേ സമയം ഡെമീട്രിയസിനൊപ്പമുള്ള ഇല്ലിയാകട്ടെ സ്വാട്ട് ടീമിന്റെ വണ്ടിയിലേക്ക് കടന്നു കയറി അവരുടെ വെപ്പൺസ് ഒക്കെ കരസ്ഥമാക്കുകയും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി. വൈകാതെ ഡെമീട്രിയസിന്റെ സംഘം അങ്ങോട്ടേക്ക് വന്നെത്തുകയാണ്. ആദ്യമേ സ്വാട്ട് ടീം മറഞ്ഞിരിക്കുന്ന അവരടച്ച ഇരുമ്പ് ഡോർ തകർത്ത് അകത്ത് കടക്കാനാണ് ഡെമീട്രിയസും സംഘവും നോക്കുന്നതെങ്കിലും അത് നടപടിയാവില്ലെന്ന് കാണുന്നതോടെ പുറമേ നിന്നും നേരിട്ട് മുകൾ നിലയിലേക്ക് കയറുവാൻ മറ്റൊരു വഴി അവർ കണ്ടെത്തുകയാണ്. ഏവരും അവിടെ നിന്ന് പുറത്തു കടന്ന കാര്യം അവസരം നോക്കി നിൽക്കുകയായിരുന്ന ടേറ്റും തിരിച്ചറിയുന്നുണ്ട്. അതോടെ ഇരുമ്പ് ഡോർ തുറന്ന് പുറത്തേക്ക് കടക്കുന്ന ടേറ്റ് നേരെ തങ്ങളുടെ വാനിലേക്ക് ഓടിച്ചെല്ലുന്നു. വാനിനകത്ത് കയറി ബുള്ളറ്റുകളും കമ്മ്യൂണിക്കേഷൻ ഡിവൈസും എടുക്കാനായിരുന്നു ടേറ്റ് ഓടിച്ചെന്നത്. പക്ഷേ വാനിനകത്ത് മാഫിയ സംഘത്തിന്റെ ഒരാൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ടേറ്റിന്റെ തലയിലേക്ക് ഗണ്ണ് ചൂണ്ടി. ഒരു നിമിഷം ടേറ്റ് ഒന്ന് സ്റ്റെക്കായി പോയെങ്കിലും തന്റെ മികച്ച കഴിവുപയോഗിച്ച് ടേറ്റ് അയാളെ കീഴ്പ്പെടുത്തുകയാണ്. ആ വാനിനകത്ത് ബന്ദിയായിട്ടുള്ള കിന്നി ഉണ്ടായിരുന്നു. ടേറ്റ് ബുള്ളറ്റ് എടുക്കാനും കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനും നോക്കിയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ തകർക്കപ്പെട്ടതായും ബുള്ളറ്റുകൾ മാഫിയ സംഘം എടുത്തു കൊണ്ടുപോയതായും അവൻ മനസ്സിലാക്കുന്നു. അതോടെ കെന്നിയെ മോചിപ്പിച്ച് കെന്നിയെയും തന്റെ കൂടെ ഇരുമ്പ് ഡോറിന്റെ മറുവശമുള്ള സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ടേറ്റ് കൊണ്ടുപോവുകയാണ്. മുകൾ നിലയിലേക്ക് കയറി ചെല്ലാൻ നേരം കെന്നിയും ടേറ്റും മുകളിൽ ഫൈറ്റ് നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പുറമേ നിന്നും മുകളിലേക്ക് കയറി ചെന്ന ഡെമീട്രിയസിന്റെ ഒരാൾ ജനാടി
ജെനാഡിനെ ആക്രമിക്കുകയായിരുന്നു. ശക്തമായ ആ പോരാട്ടത്തിൽ ജെനാഡ് പരാജയപ്പെടാൻ ആരംഭിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് കയറിയെത്തിയ ടേറ്റ് ജെനാഡിനെ ഇടിക്കുന്ന വ്യക്തിയെ തിരിച്ചിടിക്കുകയും അയാളെ പരാജയപ്പെടുത്തി വീഴ്ത്തുകയും ചെയ്തു. പിന്നാലെ അവിടുത്തെ ബാത്റൂമിലേക്ക് കയറിപ്പോയ കെനിയുടെ പിന്നാലെ ടേറ്റ് വേഗം ചെന്നു. അവിടെ എന്തോ മറച്ചു പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്ന കെനിക്ക് നേരെ ടേറ്റ് തോക്ക് ചൂണ്ടി. അതോടെ താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന വസ്തു പുറത്തെടുത്തിരുന്ന അയാൾ അത് ടേറ്റിന് മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയ സംഗതി ടേറ്റിന്റെ കണ്ണിൽപ്പെട്ടിരുന്നു. ടേറ്റ് അതുമായി വന്ന് ജെനാഡിന്റെയും ഹണ്ടിന്റെയും മുമ്പിൽ മാഫിയ സംഘം എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പെട്ടി തുറന്ന് അവരെയും കാണിച്ചു കൊടുത്തു. കെനിയിൽ നിന്നും കെന്നി ഒളിപ്പിച്ച് ആ വസ്തുവിന് പിന്നാലെയാണ് മാഫിയ സംഘം മുഴുവനുള്ളത് എന്നും അവർ മനസ്സിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ഒരേ ഒരു വഴിയേ ഇപ്പോൾ ഉള്ളൂവെന്നും അത് കെനി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മുകൾ നിലയിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് തുറക്കുന്ന ഒരു ടണലായിരുന്നു അത്. മറുവശത്ത് അപ്പോഴേക്കും ഇറ്റാലിയൻ മാഫിയയുടെ ഭാഗമായ ലാംബോൺ തന്റെ ബട്ടിയായ ഫെറോയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഡെമീട്രിയസിന്റെ കൂടുതൽ ആളുകൾ വന്നതുകൊണ്ട് സാധനം അവരുടെ കയ്യിൽ കിട്ടിയാൽ തങ്ങൾക്ക് പങ്ക് കിട്ടുമോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന സംശയം ലാംബോണിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ലാംബോണും ഫെറോയെ വിളിച്ചു വരുത്തിയത്. ആ ഹാങ്ങറിൽ മുഴുവനായും കെനിക്ക് വേണ്ടി അവർ തിരച്ചിൽ നടത്താൻ ആരംഭിച്ചു. പക്ഷേ എവിടെയും തന്നെ കെനിയെ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. വൈകാതെ തിരച്ചിലിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് തുറക്കുന്ന ടണലിന്റെ ഭാഗത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതിനകത്തേക്ക് പോയി കെനിയെ കണ്ടെത്താൻ സാധിച്ചേക്കും എന്ന തരത്തിൽ ടീം അംഗങ്ങളിൽ ചിലർ അതിനുള്ളിലേക്ക് ഇറങ്ങുന്നു. മറുവശത്ത് ടേറ്റ് ആകട്ടെ കെനിയെയും തന്റെ ടീംമേറ്റ്സിനെയും മറ്റൊരു വഴിക്ക് വിട്ട് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചുറ്റിലും നോക്കി ഒക്കെ ഓക്കെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനും ശേഷം ടേറ്റ് തന്റെ ടീംമേറ്റ്സിന്റെയും കെനിയുടെയും അടുത്തേക്ക് എത്തുവാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷേ ഈ സമയം ഫെറോക്ക് ടേറ്റിന്റെ മുമ്പിലേക്ക് ചാടി വീഴുകയും ടേറ്റിനെ പിടികൂടുകയും ചെയ്തു. മറുവശത്ത് കെനിയും മറ്റ് രണ്ട് സ്വാട്ട് ടീം മെമ്പേഴ്സും ഡെമീട്രിയസിന്റെയും ലാംബോണിന്റെയും ആളുകളുടെ മുമ്പിൽ ചെന്ന് പെട്ടിരുന്നു. ഡെമീട്രിയസ് വൈകാതെ ഇല്യയുടെ അടുക്കൽ ടേറ്റിനെ അങ്ങ് കൊന്നേക്കാൻ പറയുകയാണ്. ഉടൻ ടേറ്റ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സാധനം എന്താണെന്നും അതെന്തിനാണെന്നുമൊക്കെ ഇപ്പോൾ എനിക്കറിയാം. ആ സാധനം ഇപ്പോൾ കെനിയുടെ പക്കലില്ല, അതുള്ളത് എന്റെ കയ്യിലാണ്. അതോടെ ഡെമീട്രിയസ് ടേറ്റിനെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറുന്നു. മറുവശത്താകട്ടെ ലാംബോണും സംഘവും കെന്നിയെയും മറ്റ് രണ്ട് സ്വാട്ട് ടീം മെമ്പേഴ്സിനെയും പിടികൂടി ഒരിടത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. അതിലൊരു സ്വാട്ട് ടീം മെമ്പറുടെ കയ്യിൽ കെന്നിയുടെ സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. കെന്നിയുടെ സ്യൂട്ട് കേസ് തന്റെ കയ്യിൽ വന്നു പെട്ടല്ലോ എന്ന വലിയൊരു സന്തോഷം ലാംബോണിനുണ്ടായിരുന്നു. കാരണം അതിനുള്ളിലായിരിക്കുമല്ലോ കെനി ഒളിപ്പിച്ച സാധനം ഉണ്ടാവുക. അവർ ആ സ്യൂട്ട് കേസ് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. പക്ഷേ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കുന്നു. ആ സ്യൂട്ട് കേസ് കാലിയായിരുന്നു. അതിനു മുമ്പേ തന്നെ ആ സ്യൂട്ട് കേസിനുള്ളിലുണ്ടായിരുന്ന സാധനം ടേറ്റ് മാറ്റുകയും മറ്റൊരിടത്ത് ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ടേറ്റ് അവരിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് പോയത്. ഉടനടി ലാംബോൺ തന്റെ ആളുകളോടും ഫെറോയോടും ഡെമീട്രിയസിന്റെ പക്കൽ സാധനമോ സ്യൂട്ട് കേസോ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ്. അവർ അതോടെ ടേറ്റിനും ഡെമീട്രിയസിനും ഇല്യയ്ക്കുമെതിരെ തോക്ക് ചൂണ്ടി സാധനം എവിടെയെന്ന് തിരക്കുന്നു. ഡെമീട്രിയസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുന്നുണ്ട്. കൃത്യസമയത്ത് ടേറ്റ് തന്റെ ബുദ്ധി പ്രയോഗിക്കുകയാണ്. സാധനം താൻ ഡെമീട്രിയസിന് തരാമെന്നും തന്നെയും സംഘത്തെയും മോചിപ്പിക്കണമെന്നും ലാംബോണിനെയും ആളുകളെയും പരാജയപ്പെടുത്തുവാൻ താൻ അവരുടെ കൂടെ നിൽക്കാം എന്നും ടേറ്റ് ഡെമീട്രിയസിനോട് പറയുന്നു. ആദ്യം തന്നെ ധരിപ്പിച്ചിരിക്കുന്ന വിലങ്ങഴിക്കാൻ ടേറ്റ് ഡെമീട്രിയസിനോട് ആവശ്യപ്പെടുകയാണ്. ടേറ്റിനെ വിശ്വസിച്ച് മറ്റു വഴികളില്ലാത്തതുകൊണ്ടും ഡെമീട്രിയസ് അതിന് തയ്യാറാകുന്നു. അവരെ കൊല്ലാനെന്ന രീതിയിൽ ലാംബോൺ അയച്ച ഫെറോയെയും സംഘത്തെയും കബളിപ്പിച്ച് ട്രക്കിൽ കയറി ടേറ്റും ഡെമീട്രിയസും ഇല്യയും ചേർന്ന് ഹാങ്ങറിന്റെ മറുഭാഗത്തേക്ക് പോവുകയാണ്. ഫെറോയും മറ്റും ട്രക്കിനെതിരെ ഷൂട്ട് ചെയ്തെങ്കിലും അവർ രക്ഷപ്പെടുന്നുണ്ട്. മറുവശത്ത് സാധനത്തെപ്പറ്റി കെനിയും ആരുമൊന്നും പറയാത്തത് കണ്ട് ഏറെ ദേഷ്യം വന്ന ലാംബോൺ കെനിയെ ഷൂട്ട് ചെയ്യുകയാണ്. അതോടെ തങ്ങളുടെ ജീവൻ അപകടത്തിലാവുമോ എന്ന് ജെനാഡും ഹണ്ടും ഭയപ്പെടുന്നു. ജെനാഡിന്റെ ജീവൻ സംരക്ഷിക്കണം, തനിക്കും ജീവൻ നിലനിർത്തണം, ടേറ്റ് വന്നേ പറ്റൂ. അതുവരേക്കും പിടിച്ചു നിൽക്കാൻ ഹണ്ടൊരു തന്ത്രമിറക്കുന്നു. സാധനം എവിടെയുണ്ട് എന്ന് തനിക്കറിയാം, താൻ എടുത്തു തരാം, തന്റെ കൂടെ ഒരാളെ വിട്ടാ മതി എന്ന് ഹണ്ട് ലാംബോണിനോട് പറയുന്നു. ലാംബോൺ അങ്ങനെ സ്റ്റൊറാട്ടോയെ ഹണ്ടിന് കാവലായി സാധനം എടുക്കുവാൻ ടണലിന്റെ മറ്റൊരു വശത്തേക്ക് അയക്കുകയാണ്. ലാംബോണിന്റെ ബട്ടിയായ സ്റ്റൊറാട്ടോക്കൊപ്പം ടണലിന്റെ ഒരു വശത്തെത്തിയതും സുരക്ഷിതമായൊരു അവസരം ലഭിച്ചതും ഹണ്ട് സ്റ്റൊറാട്ടോയെ കടന്നാക്രമിച്ച് അയാളെ കൊലപ്പെടുത്തുന്നു. ശേഷം സ്റ്റൊറാട്ടോയുടെ തോക്ക് കയ്യിൽ കിട്ടിയതുകൊണ്ട് അതുമായി തിരിച്ചു വന്ന് ലാംബോണിനെ തന്നെ ഹണ്ട് ബന്ദിയാക്കുകയാണ്. ജെനാഡിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നാലെ അവർ ലാംബോണിനെ ആ ഹാങ്ങറിന്റെ ഒരു വശത്ത് വിലങ്ങുപയോഗിച്ച് ബന്ദിയാക്കി വെച്ചു. മറുവശത്ത് ടേറ്റും ഡെമീട്രിയസും ഇല്യയും ആകട്ടെ ട്രക്കോടിച്ച് രക്ഷപ്പെട്ടു വരികയായിരുന്നു. പിന്നാലെ ഫെറോയും സംഘവും ചേസ് ചെയ്തു വരുന്നുണ്ട്. ഹാങ്ങറിന്റെ
മറുവശത്തേക്ക് കടക്കുവാൻ ഒരു ഡോർ തകർത്ത് അവർ തങ്ങളുടെ ട്രക്ക് ഓടിച്ചു കയറ്റുകയാണ്. അവിടെ ആയിരുന്നു ഹണ്ടും ജനാഡും ഉണ്ടായിരുന്നത്. ടേറ്റിനൊപ്പം ഹണ്ടും ജനാഡും ജോയിൻ ചെയ്യുന്നു. ഡെമീട്രിയസിനും മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ടേറ്റ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഫെറോയെയും സംഘത്തെയും എതിർക്കുവാൻ ഡെമീട്രിയസും ഇല്ലിയയും ടേറ്റിന്റെയും സംഘത്തിന്റെയും കൂടെ കൂടുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ശക്തമായ ഫൈറ്റും ഷൂട്ടൌട്ടും ആരംഭിക്കുകയാണ്. ഷൂട്ടൌട്ടിൽ ഫെറോയും സംഘവും അവരുടെ വാനായിരുന്നു മറയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഉടനടി ഹണ്ടിന് ഒരാശയം തോന്നി. ഒറ്റയടിക്ക് ഒക്കെയും അവസാനിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു മികച്ച ആശയം. ആ വാൻ വെടിവെച്ച് അങ്ങ് പൊട്ടിത്തെറിപ്പിക്കുക. ടേറ്റിന്റെ ഓർഡർ കൂടി കിട്ടിയതോടെ ഹണ്ട് അതങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ വാൻ ഇന്ധന ടാങ്കിലേക്ക് വെടിവെച്ച് ഹണ്ട് സ്ഫോടനത്തിനിരയാക്കി. ആ സ്ഫോടനത്തിൽ ഫെറോയുടെ ആളുകൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടു. പക്ഷേ ആ സമയം അപ്രതീക്ഷിതമായ ഒന്നുകൂടി സംഭവിച്ചിരുന്നു. പതുങ്ങി ഹണ്ടിന്റെ പുറകിലെത്തിയ ഡെമീട്രിയസ് എതിരാളികൾ മരിച്ചു എന്നറിഞ്ഞതോടെ ഹണ്ടിന്റെ തലയിൽ തോക്കുവെക്കുകയാണ്. അതോടെ ഹണ്ടും ടേറ്റും ജനാഡും വീണ്ടും ഡെമീട്രിയസിന്റെയും ഇല്ലയുടെയും ബന്ധനത്തിലായി. തനിക്ക് വേണ്ട സാധനം തരുവാൻ ഡെമീട്രിയസ് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും ഒളിപ്പിച്ച സാധനം വീണ്ടെടുത്തിരുന്ന ഹണ്ടാകട്ടെ ആ ബാഗ് ഡെമീട്രിയസിന് കൈമാറി. ഇല്ലേ ഈ സമയം ഹാങ്ങറിനകത്തേക്ക് പോയിരുന്നു. അവിടെ ശബ്ദം കേട്ട് ഡെമീട്രിയസ് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന ഡെമീട്രിയസ് കണ്ടത് ഇല്ല അടികൊണ്ട് വീണ് കിടക്കുന്നതായിരുന്നു. ആ ഹാങ്ങറിനകത്ത് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന ഫെറോയും നിൽക്കുന്നുണ്ടായിരുന്നു. ഫെറോ ആയിരുന്നു ലാംബോണെ മോചിപ്പിച്ചത്. കാര്യങ്ങൾ അതോടെ വീണ്ടും തിരിയുകയാണ്. സ്വാട്ട് ടീമിനൊപ്പം ഡെമീട്രിയസും വീണ്ടും ബന്ദിയായി. ലാംബോണും ഫെറോയും അവരെ ചുറ്റിവളഞ്ഞു നിന്നു. ഫെറോ കൊലപ്പെടുത്തുവാൻ വേണ്ടി സ്വാട്ട് ടീമിന് നേരെ തോക്ക് ചൂണ്ടി നിന്നു. ഈ സമയം ടേറ്റ് അവസാനമായി ഒരു ഉപകാരം ചോദിച്ചു. വെടിയൊച്ച കേൾക്കാതിരിക്കുവാൻ ചെവിയിൽ ഇയർ പ്ലഗ് ധരിക്കാൻ അനുവദിക്കണം എന്നായിരുന്നു അത്. അവരതിന് അനുവദിച്ചു. സ്വാട്ട് ടീം മെമ്പേഴ്സ് തങ്ങളുടെ ചെവിയിൽ ഇയർ പ്ലഗ് ധരിച്ചു. നടന്ന സംഭവങ്ങളുടെ ഗ്യാപ്പിനുള്ളിൽ അവരൊരു സൗണ്ട് ബോംബ് കൈവശപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെ അവർ ആ സൗണ്ട് ബോംബ് താഴെയിടുകയാണ്. വലിയ ശബ്ദമുണ്ടാക്കി ആ സൗണ്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ഇയർ പ്ലഗ് വെക്കാതെ നിന്നിരുന്ന ലാംബോണും ഫെറോയും ഡെമീട്രിയസും അതോടെ കീഴ്പ്പെട്ടു പോവുകയാണ്. കൃത്യ അവസരത്തിൽ സ്വാട്ട് ടീം തോക്കുകൾ കരസ്ഥമാക്കുകയും കാര്യങ്ങൾ അവരുടെ കൈവഴിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് ഫെറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ ടേറ്റ് ഫെറോയുടെ പിന്നാലെ ചെന്നു. വളരെ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. ഫൈറ്റിനൊടുവിൽ ഫെറോയെ ടേറ്റ് കീഴ്പ്പെടുത്തുകയാണ്. ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഡെമീട്രിയസിനെയും ലാംബോണെയും അബോധാവസ്ഥയിലുണ്ടായിരുന്ന ഇല്ലിയെയും അതിൽ നിന്നുണർന്ന ശേഷം അവർ ബന്ദികളാക്കി നിർത്തി. ക്രിമിനൽസ് അന്വേഷിച്ചിരുന്ന വ്യക്തി അവർ സുരക്ഷിതമായി തങ്ങളുടെ കയ്യിലാക്കുകയും ചെയ്തു. ഡെമീട്രിയസിനെയും ഇല്ലിയെയും ലാംബോണിനെയും അറസ്റ്റ് ചെയ്യാനായിരുന്നു അവർ തീരുമാനിച്ചത്. എന്തായാലും ബോസിനടുത്ത് നിന്ന് ഇന്ന് നടന്ന ഈ സംഭവങ്ങൾക്കും കണക്കിന് കേൾക്കും എന്നവർ ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസം നടന്ന വിവരങ്ങൾ അറിഞ്ഞിരുന്ന ബോസ് അവരെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഷൗട്ട് ചെയ്യാനാണ് വിളിപ്പിക്കുന്നത് എന്നായിരുന്നു അവർ കരുതിയത്. അവർ ബോസിന്റെ ഓഫീസിലെത്തി. പക്ഷേ അദ്ദേഹം അവരോട് അന്ന് ഷൗട്ട് ചെയ്തില്ല. ബ്ലാങ്കോയുടെ മരണത്തിന് തന്റെ അനുശോചനം അവരോട് അറിയിച്ചു. നടന്ന സംഭവങ്ങളിലെ അവരുടെ പ്രവൃത്തിക്ക് അവരെ അഭിനന്ദിച്ചു. പിന്നാലെ ഒരു കാര്യം കൂടി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ മാഫിയ സംഘം പിടികൂടിയിരുന്ന കെന്നി ഒരു അണ്ടർ കവർ FBI ഏജന്റ് ആയിരുന്നു. അയാൾ മരണപ്പെട്ടിട്ടില്ല, അപ്പോഴും ജീവനോടെയുണ്ട്. പിടികൂടിയ ലാംബോണും മറ്റൊരു അണ്ടർ കവർ ഏജന്റാണ് എന്നുകൂടി ബോസ് വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെന്നും അതുകൊണ്ടൊന്നും വെളിയിൽ പോവരുതെന്നും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടിക്കോളാനും ബോസ് അവർക്ക് നിർദ്ദേശവും കൊടുത്തു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.